കർത്താവിന്റെ തിരുനാമം വാഴ്ത്തമാരാകട്ടെ. കടന്നുള്ളവർക്കായി കർത്താവിനെ പൂർവ്വം സന്തോഷത്തോടെ സ്തുതിക്കുകയും ഓരോരുത്തർക്കും നാമത്തിൽ വചനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് അവസരം നൽകിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് മണിക്കൂർ വഴിയൊന്നും നമ്മുടെയൊക്കെ ആയുസിനോട് ഓരോ ദിവസം കൂടുവാൻ കർത്താവിന് പ്രസാദമായതുകൊണ്ടുമാണ് നമുക്കിന്ന് ഈ കൂട്ടായ്മ സാധ്യമായ എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്ക് ഓരോ ദിവസവും കർത്താവിനെ പ്രസാദിപ്പിക്കാനും നിത്യജീവന് വേണ്ടി ഒരുക്കുവാനുള്ള അവസരം. സ്തോത്രം. നമുക്ക് കുറച്ചുകൂടി കേൾക്കാനുള്ള സമയമായിട്ട് നമ്മൾ ലോകത്തിൽ പലതരത്തിലാണ്. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ സാധിക്കുവാനും നിത്യജീവന് വേണ്ടി ഒരുക്കുവാനുള്ള അവസരമാണ്. രണ്ടും ഭാഷയും ഒരിക്കലും ഭാഷയല്ല. ഇത് ചെയ്യുമ്പോൾ തന്നെ സ്തോത്രം നമ്മുടെ ചുമതലകൾ വിശ്വസ്തയോടെ ഓടിക്കുമ്പോൾ പ്രസാദകരമായിരിക്കത്തക്കതുപോലെ ചെയ്യുമ്പോൾ രണ്ടും ഒരുപോലെ സാധിക്കുകയാണ്. ആ പാഠങ്ങളിൽ കർത്താവ് നൽകിയതിനെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ ബോധപ്പെടുത്തുന്നു. സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് സംസാരിക്കാം. എബ്രായലേഖനം 11-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. സ്തോത്രം. സ്തോത്രം. വിശ്വാസ വീരന്മാരുടെ സ്തോത്രം. The Hall of Fame എന്നൊക്കെ പറയാറുണ്ട്. Hall of Fame, the great warriors. സ്തോത്രം. നമ്മൾ ഹാലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാണുകയുണ്ടായി. വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് കൈയിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അവര് മരിച്ച ശേഷവും ശുശ്രൂഷയുണ്ടെന്നൊക്കെ വരുത്തിക്കൂട്ടാൻ ചില പട്ടത്വ സമയമുള്ള ആളുകൾ എടുക്കുന്ന ഒരു റെഫറൻസായ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പോയ ശേഷവും നമ്മുടെ ആളുകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആക്റ്റീവ് എന്നൊക്കെ പറയാനായിട്ട് സ്തോത്രം ഈ വാക്കെടുക്കാറ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തിൽ അവർ ആനന്ദത്തോടെ ആശ്വാസത്തോടെ ശ്രമിക്കുക. യാതൊരു ശുശ്രൂഷയും ചെയ്തിട്ടില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചില തിയോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. സ്തോത്രം. ഒന്ന് ഹാബേൽ സംസാരിക്കുന്ന ഒരു കാര്യം സ്തോത്രം അവർ പറയുന്നത് വിശ്വാസത്താലാണ് ദൈവത്തെ പ്രവർത്തിയാലാണ്. ആ സന്ദേശം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. വിശ്വത്താണ് സ്തോത്രം ദൈവം പ്രസ്താവിക്കുന്നത്. രണ്ടാമത്തെ സന്ദേശം ദൈവം തരുന്ന വെളിപ്പാടിനെ അനുസരിക്കണം. നമ്മൾ യുക്തിയെ അല്ല നമ്മുടെ അവസ്ഥയും നമ്മുടെ സാഹചര്യങ്ങളുമല്ല ദൈവം തന്ന വെളിപ്പാടിനെ അനുസരിക്കണം. മൂന്നാമത്തത് പാപം തീർച്ചയായും ശിക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ നാടിനെ യാഗം കഴിച്ചു മേധ സർപ്പിച്ചു എന്ന് പറയുമ്പോൾ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാണ്. മേധ സർപ്പിച്ചു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ആ മൃഗം യാഗമായി എന്നുള്ളത് വ്യക്തമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഹാബേല് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സ്തോത്രം. അടുത്ത സ്തോത്രം ഹാബേൽ കഴിഞ്ഞ് അടുത്ത ചില കാര്യങ്ങൾ ഹാനോക്കിനെ കുറിച്ചാണ്. നമുക്ക് ആ വാക്യം വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് 4-ാം വാക്യം ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെ ഇതിന് ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു.
സ്തോത്രം. മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവരെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവർ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്കിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ പറഞ്ഞു ശേഷം സ്തോത്രം. പിന്നെ അതിന്റെ വിശദീകരണമാണ് അടുത്ത വാക്യം. ഹാനോക്കിന്റെ ജീവിതത്തിലുള്ള ഒരു വിശദീകരണമായിട്ടാണ് അടുത്ത വാക്യം വരുന്നത്. സ്തോത്രം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ 2 പ്രാവശ്യം അവിടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായത്തിന്റെ ഈ വിശുദ്ധ തിരുവെഴുത്തിലെ ഓരോ വാക്കും പരിശുദ്ധാത്മ നിവേശിതമാണ്, നിയോഗിതമാണ്, നിയന്ത്രിതമാണ്, പ്രചോദിതമാണ്. പരിശുദ്ധാത്മ പ്രചോദിപ്പിച്ചത്, പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തത്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ളത്. അതുകൊണ്ട് ഒന്നും ചുമ്മാ എഴുതി വെച്ചിട്ടില്ല. 2 പ്രാവശ്യം ഹാനോക്ക് ദൈവത്തോട് നടന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ നടന്നു അവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നടന്നു എന്നുള്ള ആശയത്തിലല്ല. അവിടെ ഇവിടെ കാണുന്നത് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവരെടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. സെപ്റ്റജിന്റ് ഭാഷാന്തരം അറിയാമല്ലോ. സെപ്റ്റജിന്റ് ഭാഷാന്തരം എബ്രായ പഴയ ദൈവത്തിന്റെ പരിഭാഷയാണ്. അതാണ് സെപ്റ്റജിന്റ് ഭാഷാന്തരം. 70 നബിമാരുടെ അലക്സാന്ദ്രിയ ഭരണാധികാരിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയതാണ് സെപ്റ്റജിന്റ് ഭാഷാന്തരം. ഇസ്രായേലിൽ ഒരർത്ഥത്തിൽ പറഞ്ഞ ലോകം മുഴുവൻ ഒരു തലമുറയൊക്കെ വന്നപ്പോൾ അവർക്ക് എബ്രായ ഭാഷ അറിയാൻ പറ്റാം. നമ്മളെ പലരും മലയാളം അറിയാൻ പറ്റുന്നുണ്ട്, എബ്രായ ഭാഷ അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് എബ്രായ ഭാഷയിലുള്ള പഴയ തിരുവെഴുത്തുകൾ നമുക്ക് വായിക്കത്തക്കതുപോലെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുവാനായിട്ട് സ്തോത്രം 70 റബിമാരെ അലക്സാന്ദ്രിയയിൽ വരുത്തി അവരാ തർജ്ജമ ചെയ്തു. ആ തർജ്ജമ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വ്യാഖ്യാനപരമായുള്ള തർജ്ജമയായിരുന്നു. മൂലഭാഷയിൽ വാക്കാനുള്ള വാക്കാനുവാക്ക് തർജ്ജമയായിരുന്നു. മൂലഭാഷയിലുള്ള ആശയം അന്തരാശയം സ്ഫുടമാകത്തക്കതുപോലെയാണ് അവര് ഈ തർജ്ജമ ചെയ്തത്. അങ്ങനെ ആ തർജ്ജമ ചെയ്തപ്പോൾ ഈ വാക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യുആർഎസ്റ്റിയോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യുആർഎസ്റ്റിയോ എന്ന വാക്കാണ് ഗ്രീക്ക് പരിഭാഷയിൽ സെപ്റ്റജിന്റ് ഭാഷാന്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യുആർഎസ്റ്റിയോ എന്ന വാക്കിന്റെ അർത്ഥം പ്രസാദിപ്പിച്ചു എന്നാണ്. പ്രസാദിപ്പിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ എബ്രായ ഭാഷ ഗ്രീക്ക് ഭാഷ ആ വാക്ക് ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. കൂടെ നടന്നു എന്ന് പറയുന്ന ആ പ്രസാദിപ്പിച്ചുകൊണ്ടാണ് നടന്നത്. ആ ദൈവത്തിന് പ്രസാദകരമായി. നമുക്ക് ഒത്തിരി ആത്മീക സന്ദേശങ്ങൾ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. സ്തോത്രം. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? സ്തോത്രം.
രണ്ടുപേർക്കും ഒത്തിട്ടല്ലാതെ വിളിച്ചു നോക്കിയ ഇങ്ങനെ പറയാം, സഹയാത്രികരാകണെ പോലും മനപ്പൊരുത്തം വേണം. അപ്പോൾ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുന്നത് ദൈവത്തോട് പൊരുത്തപ്പെട്ടതിന്റെ, നിരപ്പിക്കപ്പെട്ടതിന്റെ തെളിവായിട്ടാണ്. സ്തോത്രം. അവർ ദൈവത്തോടു കൂടെ നടന്നവൻ. ഇന്ന് നമുക്ക് ദൈവത്തോട് നടക്കാം. എന്ത് വേണം? നിരപ്പിക്കപ്പെടണം എന്നാണ്. സ്തോത്രം. നിരപ്പിക്കപ്പെടണം. ദൈവത്തോട് നിരപ്പുണ്ടാകും. നമുക്കറിയാം, സുവിശേഷത്തെ നിരപ്പിന്റെ വചനമെന്നാണ് ഒരു 2 ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തോട് നിരന്നുകൊള്ളി എന്ന് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു എന്നാണ് 5-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അതിനൊക്കെയും അടുത്ത വാക്യം നിരപ്പിക്കപ്പെടുക. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ദൈവത്തോട് ശത്രുതയിലാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല, ദൈവത്തോട് ശത്രുതയിലാണ്. ഈ ശത്രുതയിലായിരിക്കുമ്പോൾ പോലും അവർ ചിലപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിന് ആഹാരം കൊടുക്കുന്ന ദൈവം തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന ചിലപ്പോൾ അവർ ആവശ്യബോധത്തോടെ, അവർ ദൈവത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് ആവശ്യബോധത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയും അവരുടെ സങ്കടങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം ദൈവത്തോട് നിരപ്പുണ്ടായി. നിരപ്പിക്കപ്പെടണമെങ്കിൽ ടു ബി വൺ വിത്ത് ഗോഡ്. ഈ അറ്റോൺമെന്റ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിലുണ്ടാക്കാം. നിരപ്പ്, അറ്റോൺമെന്റ്, അറ്റ്-വൺമെന്റ് എന്ന അതിനൊരു എറ്റിമോളജിക്കൽ ഒരു എക്സ്പ്ലനേഷൻ ഉള്ളത്. അറ്റ്-വൺമെന്റ് ഈസ് കമ്മിങ് ടുഗദർ, ഒരുമിച്ചാകുക, നിരപ്പിക്കപ്പെടുക, ഒരു ലെവലിലാകുക എന്നതാണ്. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് നടക്കണമെങ്കിൽ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ആ പ്രമാണപ്രകാരം നമുക്കറിയാമല്ലോ. ആദ്യം ദൈവത്തോട് നിരപ്പിക്കപ്പെട്ടിരുന്നു. എങ്ങനെ നിരപ്പിക്കപ്പെട്ടത്? വിശ്വാസത്താൽ. വിശ്വാസത്താൽ നിരപ്പിക്കപ്പെട്ടു. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നതിന് ഉപാധി വിശ്വാസമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വെളിപ്പാടിന്റെ ശ്രേഷ്ഠത പഴയ ദൈവഭക്തന്മാർക്ക് ലഭിച്ചിരുന്നില്ല. സ്തോത്രം. പഴയ ഭക്തന്മാർക്ക് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ വെളിപ്പാടിന്റെ ശ്രേഷ്ഠത ലഭിച്ചിരുന്നില്ല. നമ്മളിന്ന് കർത്താവിൽ പ്രാപിച്ചിരിക്കുന്ന ഈ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഇത്ര ഉന്നതവും ശ്രേഷ്ഠവുമാണ്. കർത്താവ് പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അവിടെ ഒരു വാക്യത്തിൽ നമ്മൾ അത്ര സാധാരണ ഭിത്തിയൊക്കെ എഴുതി വെക്കാറുള്ളൂ. അടുത്ത വാക്യം കൂടി എഴുതണം. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തോട് പിതൃപുത്ര ബന്ധത്തിലുള്ള നിരപ്പിൽ വരണമെങ്കിൽ ഞാനേ ഉള്ളൂ. There is no other way. I am the only way to get at one with God. അപ്പൊ നമുക്ക് ആ വെളിപ്പാട് കിട്ടി. ആരൊക്കെ ആ നിരപ്പിക്കപ്പെടലിന്റെ അനുഭവം തീർച്ചയായും ഉണ്ടായതുകൊണ്ടാണ് സ്തോത്രം ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ദൈവത്തോട് നിരപ്പിക്കപ്പെടണം. നടപ്പെന്നുള്ള ആ പ്രയോഗം ഉപയോഗിച്ചിട്ട് ചില വാക്യങ്ങൾ ഞങ്ങളെ കാണിച്ചതാണ്. സ്തോത്രം. ദൈവത്തോട് നിരന്നുകൊള്ളാം. സ്തോത്രം. ഇവിടെ ഒരു എന്നിട്ട് എനിക്ക് തൊട്ട് താഴെ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അത്രമാത്രം പ്രസാദകരമായ ജീവിതം ഹാനോക്ക് ചെയ്തതുകൊണ്ടാണ് അവനെ അന്ന് അതുപോലെ എടുക്കുകയായിരുന്നു. മരണം കാണാതെ അവരെ സ്വീകരിക്കുകയായിരുന്നു. സ്തോത്രം.
എന്നിട്ട് ഹാനോക്ക് ദൈവത്തോട് ബന്ധത്തിൽ വിശ്വാസത്താൽ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നതാണ് 6-ാം വാക്യം ഞാൻ പറഞ്ഞത്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ആർക്കും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഇവിടെ ഈ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് ഉറ്റ സുഹൃത്തുക്കളാണെങ്കിൽ എയും ബിയും ഉറ്റ സുഹൃത്തുക്കളാണ്. കുറച്ച് കഴിയുമ്പോൾ എക്ക് ബിയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അതത് വെളിപ്പെടുത്തിയാൽ ബിക്ക് അതിൽ കൂടെ ഒരു മനോവേദന ഉണ്ടാകാറുണ്ടോ? ഒരിക്കലുമില്ല. വിശ്വസിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, ഏറ്റവും ഹൃദ്യമായ ബന്ധമാണ്. ദൈവത്തെ വിശ്വസിക്കുവാൻ കർത്താവ് എന്തുകൊണ്ടാണ് ചെയ്തു തരേണ്ടിയിരുന്നത്? അങ്ങനത്തെ വെളിപ്പെടുത്തി തന്നു. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, മാറ്റം വരാത്തവൻ, സ്നേഹിക്കുന്നവൻ, പകരം ഭരിക്കാൻ തയ്യാറായവൻ, ഇതെല്ലാം ദൈവത്തിന്റെ ദൈവത്വത്തിലെ യുണീക്ക് ആട്രിബ്യൂട്ട്സ് ആണ്. ഇത് ദൈവത്തിന്റെ ദൈവിക വിശേഷങ്ങളാണ്. ഇത്രയും മതി തീർച്ചയായിട്ടും ദൈവത്തെ വിശ്വസിക്കാൻ. പക്ഷേ കർത്താവിനെ നമ്മൾ പറയും നിങ്ങൾ എന്നെ വിശ്വസിക്കുക. പക്ഷെ നമുക്ക് പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞിട്ട് മറക്കല്ലേ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ ഒഴിച്ച് നിർത്തിയിട്ട് ഒരു വസ്തുതയെ മനസ്സുകൊണ്ട് അതങ്ങനെ നടക്കുമെന്ന് അങ്ങനെ സങ്കല്പിച്ച് മനോമുകുരത്തിൽ അതിനെക്കുറിച്ച് ഉറപ്പായിരിക്കുന്ന ഭാവന അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ദൈവത്തിന് ദുഃഖകരമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തെ, ദൈവം എന്ന വ്യക്തിയെ വിശ്വസിക്കണം. സ്തോത്രം. എന്നിട്ട് താഴെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ വിശ്വസിച്ചു, അതുകൊണ്ട് ദൈവം പ്രസാദിച്ചു. അടുത്ത വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഒന്ന്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. അതൊന്നാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ഈ അടുത്ത തലമുറയിൽ, ഈ തൊട്ടു മുമ്പുള്ള തലമുറയിൽ ലോകത്തെ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകൾ നിരീശ്വരന്മാരാണെന്നുള്ളത് ഒരു അഭിമാനമായി കണ്ടിരുന്ന ഗതികേടിന്റെ കാലമായിരുന്നു. ഏതായാലും അത് ഇച്ചിരി ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഗതികേടിന്റെ കാലമായിരുന്നു. ബെർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ബെർട്രാൻഡ് റസ്സൽ നിരീശ്വരവാദത്തിന് യുക്തിവാദം ഞാൻ ബോധവും ഒഴിവാക്കുന്ന നിരീശ്വരവാദത്തിന് വേണ്ടി അത്രമാത്രം അദ്ദേഹം പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. 90 വയസ്സിലാണ്, ഈ 90 വർഷം അതിൽ അവർ പ്രായപൂർത്തിയായി ഈ വർത്താനം പറയാനും യോഗം നടത്താനും ഒക്കെ കഴിവുണ്ടായ ആ കാലം മുതൽ ദൈവമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഐൻസ്റ്റീൻ പറഞ്ഞ വാദം എന്തറിയാം, ഇപ്പോഴും ഐൻസ്റ്റീന്റെ പല തിയറീസും ഒരു സാധാരണക്കാരനായ ഒരു ശാസ്ത്രജ്ഞന് പോലും ദുർഗ്രാഹ്യമാണ്. അങ്ങനെയുള്ള ആ ഐൻസ്റ്റീൻ പറഞ്ഞ തീർച്ചയായും ദൈവമുണ്ട്, എന്നിട്ട് തൊട്ടടുത്ത പറഞ്ഞത് he who denies that there is a cosmic force is a fool. അങ്ങനെ പറഞ്ഞു. ഒരു പ്രപഞ്ചത്തിലെ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് നിഷേധിക്കുന്ന വിദ്യയാണ്. ദൈവമുണ്ട്, പക്ഷേ അടുത്ത് പറഞ്ഞത് ആ ദൈവത്തെ നമുക്ക് ആർക്കും അറിയാനോ ബന്ധപ്പെടാനോ കഴിയുകയില്ല. അതാണ് ഐൻസ്റ്റീൻ്റെ പറഞ്ഞത്. നോക്കണേ, ദൈവമുണ്ട്, പക്ഷെ ആ ദൈവത്തെ അങ്ങനെ എന്താ കോസ്മിക് ഫോഴ്സ് എന്നാണ്. He is a fool who denies that there is a cosmic force. ആ കോസ്മിക് ഫോഴ്സിൽ അടുത്തോടടുക്കാനോ കോസ്മിക് ഫോഴ്സിനെ പ്രപഞ്ചത്തിലെ ആ ശക്തിയെ അറിയാനോ
ഈ ഐൻസ്റ്റീൻ്റെ. പക്ഷേ അതല്ല നമ്മുടെ വിശ്വാസം. ഐൻസ്റ്റീൻ്റെ വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. നമ്മളൊരു ഫോഴ്സിനെ അല്ല വിശ്വസിക്കുന്നത്, നമ്മളൊരു വ്യക്തിയെയാണ് വിശ്വസിക്കുന്നത്. നമ്മളൊരു ദൈവം എന്ന വ്യക്തി, അതാണ് തൊട്ടടുത്ത വാക്യത്തിലെ സ്തോത്രം. ദൈവത്തിനടുക്കൽ ദൈവം ഉണ്ട് എന്നും അടുത്ത തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കുന്നത്. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവം അറിയുന്നു, തന്നെ അന്വേഷിക്കുന്നവർ ദൈവം അറിയുന്നു. പിന്നെ ദൈവം ഒരു റെസ്പോൺസിബിൾ ഗോഡാണ്, നീതിമാനായ ദൈവമാണ്. God is a righteous God and a responsible God. ദൈവം നീതിമാനുമാണ്, ദൈവം അതേസമയത്ത് ഉത്തരവാദിത്വമുള്ളവനുമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരോട് ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കും. ഐൻസ്റ്റീൻ പറഞ്ഞത് നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല. We cannot reach out to him. We cannot know about him. We cannot reach out to him. അല്ല പറഞ്ഞത് ഇറ്റെന്നാണ് കോസ്മിക് ഫോഴ്സ് എന്നല്ല പറഞ്ഞത്. കോസ്മിക് ഫോഴ്സിനോട് അടുത്തിയല്ല, കോസ്മിക് ഫോഴ്സുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അതിന് നമ്മൾ അത്ര ബലഹീനരാണ്, അത് അത്ര ശക്തമായതുകൊണ്ട് സൂര്യൻ്റെ അടുത്തേക്ക് ജലമൊക്കെ എന്ന് പറഞ്ഞ പോലെ. അതായിരുന്നു ഐൻസ്റ്റീൻ്റെ വിശ്വാസം. പക്ഷേ സ്തോത്രം, ദൈവം ഒരു വ്യക്തിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയാണ്. ദൈവം എന്ന വ്യക്തിയെ നാം എങ്ങനെ മനസ്സിലാക്കണം? ഉത്തരവാദിത്വമുള്ളവരായി മനസ്സിലാക്കണം, നീതിയുള്ളവരായി മനസ്സിലാക്കണം. ഈസ് എ റെസ്പോൺസിബിൾ ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ഈ ഹാനോക്ക് പറഞ്ഞ ചില വാക്കുകൾ അറിയാമല്ലോ. യൂദായുടെ ലേഖനം 14-15 വാക്കുകൾ വായിക്കാമോ? യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങൾ. ആയിരം വിശുദ്ധന്മാരുണ്ട്, ഭക്തി കെട്ടവരുണ്ട്. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും ദൈവം. സ്തോത്രം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് നീതിമാനാണ്. റെസ്പോൺസിബിളാണ്. ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും കരുണയുള്ളവരാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, സഹായിക്കുന്നവനാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിലവിളിച്ചാൽ തീർച്ചയായിട്ടും സഹായിക്കും. അതല്ലേ പറയുന്നത്, നട്ടലില്ലാത്തവന്റെ ഊന്നുവഴിയാ ദൈവബോധം. അതൊക്കെ പറയാറുണ്ട്. നൂന്ന് നിൽക്കാൻ നട്ടലില്ല. അപ്പോൾ ഒരു ഊന്നുവഴി വേണം. ഊന്നുവഴിയായിട്ട് ദൈവത്തെ കാണുന്നത്, ദൈവവിശ്വാസം കാണുന്നത്, അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുന്നത് നമ്മളെയാണ് പല ആളുകളുടെയും വിചാരം. അങ്ങനെയല്ല. സ്തോത്രം. നട്ടലില്ലാത്തവന്റെ ഊന്നുവഴിയല്ല ദൈവം. നമ്മൾ അത്രയും മാത്രമേ ദൈവത്തെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പോരാ. സ്തോത്രം. സ്തോത്രം. നിങ്ങൾ വിചാരിക്കരുത് ആർക്കും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെന്ന് വിചാരിക്കരുത്. ഒന്നുകിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് പ്രതിഫലം വാങ്ങിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് വിധേയപ്പെട്ട് ശിക്ഷിക്കപ്പെടും. ഒറ്റ വ്യക്തിക്കും ഈ രണ്ട് അനുഭവങ്ങൾ ഒന്നിൽ നിന്ന് ഒഴിവുള്ളവരാണ് നിൽക്കുകയില്ല. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവരാണ് ദൈവം. സ്തോത്രം. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ. സ്തോത്രം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും. ചില വാക്കുകൾ നമുക്ക് കാണാം. ഈ കോസ്മിക് ഫോഴ്സിനോട് അടുക്കാൻ പറഞ്ഞപ്പോൾ 21-ാം പുസ്തകം 22-ാമത്തെ വാക്യത്തിൽ ദാവീദ് തന്റെ മകനായ ശലോമോനോട് അവസാനമായിട്ട് ഉപദേശം കൊടുക്കുമ്പോൾ എങ്ങനെ നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. 1 തിമോഥെയോസ് 28-ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗമാണ് ഞാൻ വായിച്ചത്. അതിന്റെ അടുത്തുള്ള മുഴുവൻ വായിച്ചത്. വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കും.
അന്വേഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്തും, അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെയും എന്നേക്കും തള്ളിക്കളയും. ഇത് ദൈവത്തിൽ ആവർത്തിച്ചു വന്നിരിക്കുന്ന ഒരു വചനമാണ്. സ്തോത്രം. 58 സംഗീതത്തിൽ 11 വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. അത് തൊട്ട് അവനെ അന്വേഷിക്കുന്ന ന്യായം വിധിക്കുന്ന ഒരു ദൈവം പറയും. സ്തോത്രം. പിന്നെ 50 അതുപോലെ സദൃശവാക്യങ്ങൾ 8-ാമത്തെ 17-ാമത്തെ വാക്യത്തിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. അതാ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനസ്സുകളായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന റെസ്പോൺസിബിൾ ആയിരിക്കണം. സ്തോത്രം. ഞാൻ ആരാണ് എന്ന് ഒന്നും ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാത്ത ഒരു വ്യക്തിക്ക് പിന്നെ എന്തിനാ ബുദ്ധി? ഞാനിവിടെ എന്തിനാണ്? ഞാൻ സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന് എന്താ ഉദ്ദേശം? അങ്ങനെ ഒരു നിമിഷം ചിന്തിക്കാത്തവർ പിന്നെ എന്തിനാ ബുദ്ധി? കമ്പ്യൂട്ടർ പഠിക്കാൻ നമ്മൾ ചിന്തയൊക്കെ അതാ. ചന്ദ്രൻ കമ്പ്യൂട്ടർ പഠിക്കുന്നത് എന്നതാ? അത് സാമൂഹ്യമായ ശാസ്ത്രീയമായ ഡെവലപ്മെന്റിനൊക്കെ സഹായകരമായിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആരാണ്? ദൈവം എന്നെ സൃഷ്ടിച്ചെങ്കിൽ ആ സൃഷ്ടാവിനെ കുറിച്ച് എനിക്ക് അറിയണമല്ലോ. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. സ്തോത്രം. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ദൈവത്തെ കുറിച്ച് അന്വേഷണ കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ലോകത്തിലൊരു കപൂർത്തലയിൽ ഒരു ഗ്രാമത്തിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. വിദ്യാഭ്യാസമില്ലാത്ത ഏറ്റവും അൺപെടുമെന്ന് അങ്ങനെ പറഞ്ഞു. വിദ്യാഭ്യാസമില്ല. ദൈവത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ ഇതിന്റെ ചോടി എടുത്തിട്ട് പറഞ്ഞത് അതിനോട് ഇരുന്ന് ഞങ്ങൾ ഈ ദൈവത്തെ കുറിച്ച് രക്ഷപ്പെടുക. അത് പിന്നെ പറയുന്നത് അൻപടാണ്. എനിക്ക് എഴുത്തുമായതിനെ അറിയില്ല. ഞാൻ കൃഷിക്കാരനാണ്. പഞ്ചാബിന്റെ അങ്ങ് അതൃപ്തിയിലാണ്. എല്ലാം മനസ്സിന് ഈ ചിന്തയുണ്ടെങ്കിലും നമ്മളാരും ഗൗരവം കൊടുക്കുന്നില്ല. അങ്ങനെയാണ് ഇത്. തന്നെ അന്വേഷിക്കുന്നവർക്ക് കൊടുക്കുന്നു. കാണാൻ കഴിയും. 21:13 പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. സ്തോത്രം. കഥ പറയാൻ ഒരു പ്രസ്താവനയുണ്ട്. നമ്മളത് ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും അതിന്റെ ശരിക്കുമുള്ള അർത്ഥം അതുപോലെ ചിന്തിക്കാറുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ. സ്തോത്രം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് യാചിക്കുന്ന എവനും ലഭിക്കും, അന്വേഷിക്കുന്നുണ്ടാണ്. അതാണ് മത്തായി സുവിശേഷം 6:33 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. മുമ്പേ അവന്റെ രാജ്യവും അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവനെ അവന് പ്രതിഫലം കൊടുക്കും. അന്ത്യനാഴിയിൽ പിടിച്ചു നിർത്തി വിസ്തരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നു എന്ന് ഒഴികൾ പറയാൻ ഒരുത്തരും കഴിയില്ല. ആ തിരിച്ചറിവില്ലാത്ത മന്ദബുദ്ധിമാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വരികയില്ല. തിരിച്ചറിയാൻ പ്രായമായ ശിശുക്കളും അതിനായി വരികയില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ വലിയൊരു വെള്ള സിംഹാസനം അവതരിപ്പിക്കുന്നത് കണ്ടു. മരിച്ച ആ ബാലികാബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ തിരിച്ചറിയാൻ പ്രായമാകുന്ന ആ സമയം മുതലുള്ളവരെ മാത്രമേ ന്യായസ്ഥാനത്തിൽ കൊണ്ടുവരുള്ളൂ. ശിശുക്കൾ വരികയല്ല. ഒരു മനുഷ്യനും ദൈവം ഒരു ന്യായീകരണവും പറയുക, ഒരു എക്സ്ക്യൂസ് ഒഴികഴിവ് പറയുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. അതെന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും. സ്തോത്രം.
അവിടെ നമ്മൾ ഒന്നാമത് അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ രാജ്യവും അവരുടെ നീതിയുമാണ്. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന പുരുഷനാണ്. സ്തോത്രം. എന്താ പ്രതിഫലം? അതാണ് അടുത്തത് അന്വേഷിക്കുന്നത്. പ്രതിഫലം ദൈവം കൊടുക്കുന്ന പ്രതിഫലം. ദൈവം കൊടുക്കുന്ന പ്രതിഫലം ഇവിടുത്തെ രോഗസൗഖ്യവും ഇവിടുത്തെ സമ്പത്തും പിന്നെ ഇവിടുത്തെ സുഖസൗകര്യങ്ങളും ഇവിടുത്തെ സ്ഥാനമാനങ്ങളും ഇതൊന്നുമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അംബാനിക്കും അദാനിക്കും ദൈവത്തെ അന്വേഷിക്കാത്തവരല്ലേ? ഭൗമിക നന്മകളാണ് ദൈവം തരുന്ന പ്രതിഫലം എന്ന തെറ്റായ ധാരണ നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. ഞാൻ പറയുമ്പോൾ എനിക്ക് ദേഷ്യം പരിപാടിക്കാറുണ്ടോ? എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് വിഷമം. ഇല്ല, 2-3 ലക്ഷം രൂപ വില വരുന്ന വണ്ടി 50 ലക്ഷം ആയിക്കോട്ടെ, അത് എഴുതി വെച്ചിരിക്കുകയാണ്. ഗിഫ്റ്റ്, ദൈവം തരുന്ന ഗിഫ്റ്റ് ഇതല്ല. ദൈവം തരുന്ന ഗിഫ്റ്റ് ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, എഴുതി വെച്ചാൽ കൊള്ളാത്തുള്ളൂ. ഇനി വേണ്ടാന്ന് വെച്ചു. അതായത് the gift of God is eternal life through Jesus Christ our Savior. The gift of God is eternal life through Jesus Christ our Savior. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള നിത്യജീവനാണ്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവനെ, അതാണ് ദൈവത്തിൽ പ്രാപിക്കുന്നത്. തന്നെ അന്വേഷിക്കുന്നത് നിത്യജീവനാണ്. അതിവിടെ കൊണ്ട് തീരുന്നതല്ല. കുടുംബം കെടുക്കുകയും കടന്മാർ മോഷ്ടിക്കുകയും നിത്യമായതാണ്. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ പ്രോത്സാഹിപ്പിച്ചു. സ്തോത്രം. നമുക്കും ദൈവത്തോട് കൂടെ നടക്കാം. ഹല്ലേലൂയ. പിന്നെ പ്രിയപ്പെട്ടവരെ, ഇനി നടപ്പ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, പ്രസാദിപ്പിച്ചു എന്നാണ് വാക്ക്. പ്രബോധനത്തിന്റെ 5-6 വാക്യങ്ങളിലാണ് ഈ വാക്കാണ് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് അതിന് വ്യാഖ്യാനം പറഞ്ഞാൽ വിശ്വസ്തയോടെ ജീവിക്കുക എന്ന് വ്യാഖ്യാനം പറയാം. വിശ്വസ്തയോടെ ജീവിക്കുക, അതാണ് പ്രവാചകൻ 6:4. ജീവന്റെ ഒതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പിന്നെ 3 Corinthians 5:7 നമ്മൾ വായിക്കുന്നുണ്ട് നടപ്പ്. സ്തോത്രം. നടക്കേണ്ടതിന്. അതുപോലെ ഗലാത്യർ 5:10 അവിടെ നടപ്പിനെ കുറിച്ച് കാണാം. എഫേസ്യർ 5:2 സ്നേഹത്തിൽ നടപ്പീ എന്ന് കാണാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-5 വാക്യത്തിൽ നടപ്പിനെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. ഉള്ളുമാകാത്ത ചെല്ലുണ്ട്. അവിടെ തൊട്ട് 5 വാക്യത്തിൽ പറയുന്നു. അവിടെ നടപ്പ് ദൈവത്തോട് കൂടെ ആയിരിക്കണം. ലോകത്തോട് കൂടെ ആകരുത്. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ദൈവവുമായുള്ള കൂട്ടായ്മ ഉണ്ടാകണം. ദൈവവുമായി നിരപ്പ് പ്രാപിച്ചിരിക്കണം. അപ്പോൾ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത് ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മ അനുഭവിച്ച് സ്തോത്രം. അങ്ങനെയാണ് ദൈവത്തോട് കൂടെ. മാത്രമല്ല, ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചു, അത് പ്രസംഗിച്ചു. അതല്ലേ നമ്മൾ യൂദാലേഖനത്തിൽ നിന്ന് അത് മനസ്സിലാകുന്നത്. വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രവാചകൻ ഹാനോക്ക. The first prophet recorded in the scriptures. ഹാനോക്ക. ഇനി ഹാനോക്ക് ഈ പ്രവചനമോ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചുള്ള പ്രവചനമാണ് ഹാനോക്ക് പ്രവചിച്ചത്. 1000 വിശുദ്ധന്മാരോടുകൂടി സകലരെയും ന്യായം വിധിക്കുവാനായിട്ട് വിശുദ്ധന്മാരുമായി. ഇനി അതിനെക്കുറിച്ച് പറയുന്നത്, ദൈവം ഹാനോക്കിന് ആ വെളിപ്പാട് കൊടുത്തു. ആ വെളിപ്പാട് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷകളിൽ ഹാനോക്കിനൊരു പങ്കുണ്ടെന്നാണ് ചില തിയോളജീസ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മഹത്വ മടങ്ങിയ 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ രഹസ്യ ഘട്ടം, മണവാളൻ എന്ന നിലയിൽ ആകാശങ്ങളിൽ വന്ന് മണവാട്ടിയെ ചേർക്കുന്ന ഘട്ടം. 2ാമത്തെ ഘട്ടം 7 വർഷത്തിന് ശേഷം ഭൂമിയിലേക്ക് 1000 വിശുദ്ധന്മാരുടെ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ഘട്ടം. അവിടെ വന്ന് തന്റെ തേജസ്സിന്റെ സിംഹാസനം വെച്ച്
ചുറ്റുമുള്ള ജാതികളെ ന്യായം വിധിക്കുക. 1000 വാഴ്ച വേണ്ടി തുടങ്ങും. 1000 വാഴ്ച വേണ്ടി തുടങ്ങുമ്പോൾ അത് ആ അന്ത്യന്യായത്തിന്റെ ന്യായമാറ്റമാണ്. ഈ 1000 വാഴ്ച എന്ന് പറയുന്നത് ന്യായവിധിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഒരു ചുവടാണ് ഈ 1000 വാഴ്ച. നമ്മൾ ഈ 1000 വാഴ്ച അല്ല നമ്മൾ ആത്യന്തികമായി പ്രതീക്ഷിക്കുന്നത്. ഞാൻ മുന്നോട്ട് പറയാം. ഈ 1000 വാഴ്ച എന്ന് പറയുന്നത് ഏതേന്റെ അവസ്ഥയുടെ ആവർത്തനം മാത്രമാണ്. ഏതേന്റെ അവസ്ഥയുടെ ആവർത്തനമാണ് 1000 വാഴ്ച. അപ്പൊ ഏതേതിൽ എങ്ങനെയൊക്കെയായിരുന്ന കാര്യങ്ങൾ അതിന്റെ ഒരു ആവർത്തനം. ആരും കാര്യം എന്താ ചോദിച്ചാൽ 1000 ആണ്ടിൽ ഒരു കുഴപ്പവുമില്ല. എല്ലാം സമൃദ്ധി, ദാരിദ്ര്യമില്ല, ബുദ്ധിമുട്ടില്ല, പ്രതിക്ഷോഭമില്ല, രോഗമില്ല, മരണമില്ല, വന്യമൃഗങ്ങളുടെ ആക്രമണമില്ല. എല്ലാം എപ്പോലെ സഹോദരങ്ങളെ പോലെ സുഖമായി കഴിയുന്ന കാലം. അന്നും മനുഷ്യൻ പാപ സ്വഭാവത്തിൽ നിന്ന് മോചിതനായിരിക്കയില്ല. അന്നും അതുകൊണ്ടാണ് 1000 ആണ്ടേക്ക് ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ പിശാചിനെ കെട്ടിയിട്ടിരിക്കല്ലേ. ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ പിശാചിനെ ബന്ധിച്ചിരിക്കാൻ അവനെ അഴിച്ചിടുമ്പോൾ അവരുടെ അത്ഭുതങ്ങൾ ജോലിക്കൊണ്ട് വരുമ്പോൾ ഈ 1000 ആണ്ട് ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ സകല നന്മ അനുഭവിച്ച ഇവരെല്ലാം അവരോട് കൂടും. അത് കഴിയുമ്പോഴാണ് വെള്ളസമാസം. അപ്പൊ ഈ വെള്ളസമാസം മുതൽ ആരെങ്കിലും ഒരുത്തുന്നു നിങ്ങൾ പറയാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കാം. എന്റെ ദൈവമേ, ഈ ഉള്ളവർക്ക് ശരിയാണ്, ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടും, ഞാൻ ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാണിച്ചു. എൻ്റെ പിതാവിൻ്റെ ബാല്യത്തിൽ തന്നെ മരിച്ചുപോയി. എൻ്റെ ഇളയ സഹോദരങ്ങൾ 4-5 പേര് അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഞാനും അധ്വാനിക്കാൻ തുടങ്ങി. അവരുടെ കൃഷിഭൂമിയിൽ അധ്വാനിച്ചുകൊണ്ട് തികയാതെ വന്നപ്പോൾ ഞാൻ കച്ചവടം തുടങ്ങി. വല്ലോ ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാണിച്ചതിന് ഒക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയി. ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും കടപ്പാടുകൾ നിവർത്തിക്കാനുള്ള തത്രപ്പാടിലും ഞാൻ ഇച്ചിരി അഭ്യാസങ്ങളൊക്കെ കാണിച്ചു പോയി. മനസാക്ഷി ഉള്ളത് കൊണ്ട് അതിനോടൊപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കാനും ആത്മീയപ്പെടാനും എനിക്ക് കഴിയാതെ പോയി. രണ്ടും കൊണ്ടിട്ട് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എന്നോട് കഴിവ് ചെയ്ത് കഷ്ടതയായിരുന്നതുകൊണ്ട് സാഹചര്യം കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു പോയതാണെന്ന് അങ്ങൊന്നും പരിഗണിച്ച് എന്നോട് ദയ തോന്നണം എന്നാരാലും ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ശരിയല്ലേ? ശരിയല്ലേ പറഞ്ഞാൽ അതിന്റെ മറുപടിയാണ് 1000 വാഴ്ച. സാഹചര്യമൊന്നും പ്രതികൂലമല്ല, എല്ലാം എല്ലാം സമൃദ്ധി, സന്തോഷം. പക്ഷെ അന്നും നിങ്ങൾക്ക് അടിസ്ഥാനപരമായി മാറ്റം വരുന്നില്ല. പിശാചോടാണ് നിങ്ങൾക്ക് ആഭിമുഖ്യം. You have allegiance to the evil one. അത് തെളിയിക്കുന്നതിനാണ് 1000 വാഴ്ച. അതാ ഞാൻ പറഞ്ഞത്, അന്ത്യന്യായത്തിന് വേണ്ടിയുള്ള ഒരു ചുവടാണ് 1000 വാഴ്ച. ഏതിന്റെ ആവർത്തനമാണ് 1000 വാഴ്ച. അതിനെക്കുറിച്ചാണ് ഹാനോക്ക് പ്രവചിച്ചത്. അതിനുള്ള ഒരുക്കത്തിൽ പീഡനകാലത്തിൽ ആദ്യ പകുതിയിൽ ഇസ്രായേലിനോട് പ്രവചിക്കുന്ന കുറിച്ചാണ്, അഭിഷിക്തന്മാരെ കുറിച്ച്. ആരായിരിക്കുന്നതിനെ കുറിച്ചും മോശയും ഹാനോക്കും ഏരിയാവുമായിരിക്കുന്നതൊക്കെ കൂടുതൽ ടെക്സ്റ്റൽ ക്രിറ്റിക്സ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ അപഗ്രഹിച്ച് പഠിക്കുന്ന തിയോളജിൻസ് അങ്ങനെ സ്പെഷ്യലായിട്ട് ആരെങ്കിലും നിയോഗിക്കുകയാണെങ്കിൽ അത് ഏരിയാവും ഹാനോക്കുമായിരിക്കുമെന്നാണ്. കാരണം ഒരിക്കലും മരിക്കുക എന്നുള്ളത് മനുഷ്യന് ജീവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന്റെ മരണത്തോട് അവർ ഏകീഭവിക്കുവാൻ ആ കൃപായുഗത്തിൽ ജീവിച്ചിരുന്നവരല്ല. അതുകൊണ്ട് അവർ മടങ്ങി വന്ന് അവർ കൊല്ലപ്പെടുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നതാണ് ഒരു നല്ല കൂട്ടം വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പോൾ ആ വെളിപ്പാട് ഹാനോക്കിന് ദൈവം കൊടുത്ത് എന്തിനാണെന്നറിയുമോ? അതിനകത്ത് അവർ മക്കളുള്ളതുകൊണ്ടാണ്.
ആ വെളിപ്പാടുമായി ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് എന്ത് തരികയുള്ളൂ? വെളിപ്പാട് തരികയുള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം നമുക്കൊരു വെളിപ്പാട് തന്നാൽ ആ വ്യക്തി ഇച്ചിരി അനർത്ഥത്തിൽ വീണ് അല്ലെങ്കിൽ പിശാചിന്റെ കെണിയിൽ കുരുങ്ങി ദൈവകൃപയിൽ നന്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വെളിപ്പാട് ദൈവം നമുക്ക് തന്നാൽ അവനെ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും പ്രബോധിപ്പിക്കുകയും അവന് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വളക്കല്ലേ ഈ വെളിപ്പാട് നമുക്ക് എന്തുകൊണ്ടാണ് വെളിപ്പാട് കിട്ടാത്തത്? അതിനോടനുബന്ധിച്ചുള്ള ശുശ്രൂഷയ്ക്ക് നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകൾക്ക് നമുക്ക് ഒരുക്കമില്ലാത്തതാണ് പലപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭക്തന്മാരെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്യുകയാണ് അതിനെടുത്ത് പറഞ്ഞത്. അവിടെ നമുക്ക് കർത്താവേ സ്തോത്രം ഒന്ന് അടിയനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഞാൻ ഒരുക്കമുള്ളവരാണ്, എത്ര അസൗകര്യമുണ്ടായാലും അടിയനെ ചെയ്യാം എന്ന ഒരു സമർപ്പണവും ഒരു മനസ്സും ഒക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്നെ വെളിപ്പാട് നമുക്ക് തരും, ഉറപ്പാണ്. ഹാനോക്ക് അതിന് ദൃഷ്ടാന്തമാണ്. സ്തോത്രം. അങ്ങനെ ഹാനോക്ക് വരുവാനുള്ള യുഗാന്ത്യകാല ശുശ്രൂഷകളിൽ പങ്കാളിത്തം ഹാനോക്കിലുള്ളത് കൊണ്ടാണ് ആ വെളിപ്പാട് കൊടുത്തിരുന്നതെന്നും അത് ഹാനോക്ക് പ്രവചിച്ചു എന്നുമാണ്. സ്തോത്രം. ഒരു ചിന്ത അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നടക്കുന്ന ഒരു തലമുറയാണ്. നോഹയുടെ കാലഘട്ടത്തിൽ സകല തങ്ങളുടെ വഴി ഭക്ഷണമാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 3 തലമുറയ്ക്ക് മുമ്പാണ് ആര്? ഹാനോക്ക്. അപ്പൊ ഹാനോക്കിന്റെ കാലത്തും മഹാപെഴകളാണ്. ഈ മഹാപെഴകളായ ഈ ആളുകളോട് ഹാനോക്ക് പ്രവചിക്കുക. എന്താ പറയുന്നത്? 1000 വിശുദ്ധന്മാരുമായി ദൈവം വരുന്നു, ഇങ്ങനെയൊക്കെ വിധിക്കും. ഇത് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? ഇന്നാണെങ്കിൽ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടില്ല. ഹാനോക്കിനെ ഒരു വേട്ടയാടിയിരുന്നതാണ്. ഹാനോക്ക് ഇവരുടെ തിന്മപ്രവൃത്തികളെ കുറിച്ച് ന്യായവിധി വരുന്ന മുന്നറിയിപ്പ് കൊടുത്തിരുന്നതോട് ഹാനോക്കിനെ ഇവർ വേട്ടയാടിയിരുന്നു. ആ തലമുറയിൽ അവരൊരു ചേരാത്തവനായിരുന്നു. ഏത് കാലത്തും അങ്ങനെയാണ്. ഭക്തന്മാർ ഭ്രാന്തന്മാരാണ്, ആത്മപൂർണ്ണൻ ഭ്രാന്തനാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആ ചിന്തന്മാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദൈവം അവനെ നട്ടതങ്ങ് മാറ്റി. സ്തോത്രം. അല്ലേ അവർ അവനെ കാലൊരുങ്ങിയിരുന്നു, അല്ല അവർ അവനെ കൊണ്ടുവരുന്നില്ല. സ്തോത്രം. സ്തോത്രം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരിൽ ഏറ്റവും ഭക്തനായ വ്യക്തിയാണ് ഭക്തനായി. സ്തോത്രം. ഹാനോക്കിനെ കുറിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്നും പ്രസാദിപ്പിച്ചത് എങ്ങനെയായിരുന്നു 5-6 വാക്യങ്ങൾ നമ്മൾ കാണാം. ഞാൻ മുന്നോട്ട് പോകുന്നു. സ്തോത്രം. അടുത്തത് നമ്മൾ ഈ കാര്യം വാക്കല്ലേ, ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച പോരാ, പിന്നെ ദൈവമാണെന്ന് വിശ്വസിക്കണം. ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചു, ദൈവത്തെ ദൈവമെന്നോർത്ത് മുഖത്തീകരിക്കണം. അടുത്തത് തന്നെ അന്വേഷിക്കുന്നവർക്ക് നമ്മളിപ്പോ എന്താ മനസ്സിലാക്കുന്നത്? നമ്മുടെ പരിചയക്കാരും നമ്മുടെ കുടുംബാംഗങ്ങളും ദൈവത്തോട് നിരക്കാത്തവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഒരുങ്ങിയിരിക്കുകയാണെന്നുള്ളത് അവരോട് പറയാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാനിപ്പോ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാളിന് ഒരു തീരാരോഗം വന്നാൽ സ്വത്ത് വിറ്റാലും ചികിത്സിക്കേ? ചികിത്സിച്ചാൽ എത്ര നാളും കിട്ടും? കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കും. ഈ കട്ടത പിടിച്ച ജീവിതം നീണ്ടു നിൽക്കത്തേ ഉള്ളൂ. എന്നാൽ ദൈവത്തെ കൂടാതെ പോകുമ്പോൾ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ അവരോട് പറയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല.
Enoch was a misfit in the community now. He was a misfit in the community. ആ തലമുറയിൽ അവൻ ചേരാത്തവനായിരുന്നു. ഈ ദോഷികളോട്, ഈ മഹാദോഷികളായ ദൈവം അത്രമാത്രം കോപിച്ചതുകൊണ്ട് അധികം കഴിയുന്നതിന് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കൊന്നുള്ളത്. അത്രമാത്രം ഭക്ഷണത്തിൽ ജീവിക്കുന്ന ഒരു കാലത്ത് ദൈവത്തോട് കൂടെ നടന്നവർ. നോയെ കുറിച്ച് പോലും അത്രയും ഒരു നല്ല സാക്ഷ്യം നമുക്ക് തിരുവനന്തപുരത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. നോയെ കുറിച്ച് കാണിക്കണോ, അതിന്റെ 9-ാം തീയതി വരുമ്പോഴത്തെ നോഹ കാണിക്കുന്നത് നമുക്കറിയാം. അവന്റെ തലമുറയിൽ തീരുമാനമേ ഉള്ളൂ. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ചൊരിയുന്ന ദാനമാണ്. സ്തോത്രം. അർഹതയില്ലാത്ത ചൊരിയുന്ന ദാനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹാനോക്ക് അതിലൊക്കെ വളരെ ഭക്തരായി ജീവിച്ച മിസ്ഫിറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി, ഇൻ ദ സൊസൈറ്റി. അടുത്തത് 7-ാം വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഒരു വാക്യമേ ഉള്ളൂ നോഹയെക്കുറിച്ച്, പക്ഷെ അതിനകത്ത് ഒത്തിരി കാര്യം പാക്ക് ചെയ്തിരിക്കുകയാണ് ലേഖകൻ. സ്തോത്രം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 5-6 വാക്യം വായിക്കുമ്പോൾ യഹോവയായ ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. ഈ ഒറിജിനൽ സിസ്റ്റം, ഈ ഭൂമിയുടെ ഒറിജിനൽ സിസ്റ്റം അനുസരിച്ച് നോക്കുമ്പോൾ മഴയില്ലായിരുന്നു. പിന്നെ ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി, മഞ്ഞ് പോലെ പൊങ്ങി, ഉപരിതലം ഇരുട്ടുള്ളതാണ്. നമ്മുടെ ശരീരം പോലെ നരമ്പിലൂടി രക്തമൊഴുകുന്നു, രോമകൂപങ്ങളിലൂടെ വിയർപ്പ് പൊടിച്ച് നമ്മുടെ ശരീരം ഈർപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് പല രോഗങ്ങൾക്കും വിയർപ്പിക്കൽ ഒരു ചികിത്സയാണ്. എക്സസൈസിന്റെ എക്സിക്യൂട്ടീവ്സിനെല്ലാം വിയർപ്പിക്കൽ ചികിത്സ കൊടുക്കണം. അവർക്ക് പ്രൊവിഷൻസ് കമ്പനികളെല്ലാം കൊടുക്കും. സ്റ്റീം ബാത്ത് ഞാൻ പറഞ്ഞു വരുന്നത് അതുവരെ മഴയില്ലാതെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. കാരണം ഈ മഴ ഒരർത്ഥത്തിൽ ഗുണകരമാണെങ്കിൽ ഈ വളക്കൂറുള്ള മേലാടി മണ്ണൊക്കെ ഒഴിച്ചു പോവുക, പാറതല്ലുക. ഇത് ആദ്യം മുതൽ തുടരുകയായിരുന്നെങ്കിൽ ഇന്ന് സമുദ്രം മിക്കവാറും എല്ലായിടത്തും കയറി നിറഞ്ഞു പോയി. നോഹയുടെ പ്രളയകാലത്താണ് മഴ തുടങ്ങിയത്. നോഹയുടെ പ്രളയകാലത്താണ് മഴ തുടങ്ങിയത്. അതുവരെ കാണാത്ത അതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതുവരെ കാണാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആളുകൾ വിശ്വസിക്കും. ഇനി നോഹ നീതിപ്രസംഗിയായിരുന്നു എന്ന് നമ്മൾ തിരുവഴുത്തിൽ കാണുന്നുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേക്കാം. 2 പത്രോസ് 5. നീതിപ്രസംഗിയായ നോഹ. നമ്മൾ നീതിപ്രസംഗികളല്ല, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുക. ഈ പ്രസംഗ വിഷയം തന്നെയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഈ ചില ആളുകളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഈ കർത്താവ് പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്ന് കർത്താവ് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ, മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വാക്യം നമുക്ക് കാണാൻ കഴിയും. 24 രാജ്യത്തിന്റെ ഈ സുവിശേഷം സകലജാതികൾക്കും
ഇനിയും ഇഷ്ടം പോലെ സ്ഥലത്ത് സുവിശേഷം കേൾക്കാനുണ്ടാകും. നിങ്ങളിൽ മകളെ നിർത്തി കൂട്ടാ ഏഴോ എല്ലാവരും കേൾക്കാവുന്ന വരികയില്ല. ഈ ഫണ്ട് റേസിങ്ങിന് സുവിശേഷിക്കുന്ന സംഘടനകളൊക്കെ ഈ വാക്ക് ഉപയോഗിക്കും. നിങ്ങൾ കർത്താവ് വരണമെന്ന് പറഞ്ഞ് തിരുമുട്ടി ബഹളമായി പറഞ്ഞിട്ട് വരണേ കർത്താവ് വരണമെങ്കിൽ എല്ലാവരും വീഴാക്കണം. എല്ലാവരും കർത്താവ് വരികയല്ല. അങ്ങനെ കർത്താവ് വരാൻ കാര്യം അൺറീച്ച്ഡ് ജനറേഷൻസ് ഇപ്പോൾ കമ്മിങ് അല്ലേ? ഈ സുവിശേഷം കേൾക്കാത്ത ഓരോ അല്ലേ? ഒരു പുതിയ വരുമ്പോൾ 8 വയസ്സാണ് ഞാൻ 9-ാമത്തെ വയസ്സിൽ ശരിക്കും പാപബോധം ഉണ്ടായി വീണ്ടും. അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഫെബ്രുവരി 1963 ഫെബ്രുവരി 3 സൺഡേയിലാണ് ഞാൻ വീട്ടിൽ വെച്ചത്. ഫെബ്രുവരി എൻ്റെ ജന്മദിവസം ഞാൻ സാറിന് ഓർക്കാറില്ല. പക്ഷേ വീണ്ടും ജനിച്ച ദിവസം ഓർമ്മ എൻ്റെ ശ്രദ്ധിക്കാം. അപ്പം എനിക്ക് ഒരു 8 വയസ്സൊക്കെ കൂട്ടാം. അപ്പം അന്ന് 6 വയസ്സുള്ള ആളിന് പാപബോധം വളരാൻ സാധ്യത. അപ്പം ഒരു നമ്മൾ പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. സകല ജാതികൾക്കും സാക്ഷ്യമായി ഉലകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടണം. അപ്പോൾ പല നിലകളിൽ ലോകം പ്രസംഗിച്ചത് നീതി പ്രസംഗമായി. അവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കണമെന്നാണ്. ഇന്ന് പലപ്പോഴും അച്ചായ കുടിക്കരുതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ വന്ന് നമ്മളെ മദ്യത്തിന് മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണം മാത്രമാക്കിയാൽ കുറച്ചു പോയി. അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ തല്ലിപ്പെട്ടു. പിന്നെ എന്തിനാ ഈ ചടങ്ങ് നിർവഹിക്കുന്നത്? മദ്യത്തിന് മയക്കുമരുന്നിനെതിരെ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ എൻ്റെ കുഞ്ഞെ നിനക്ക് ഇതിനകത്തൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഒരു ദൈവത്താൽ മാത്രമേ നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ പറയാം. ഇനി നമുക്കറിയാം സ്തോത്രം വെളിപ്പാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ഒരു ദൂതൻ സ്തോത്രം ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ലോകത്തിലെല്ലാം ആകാശഭൂമി സകലവും സൃഷ്ടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്ന് ഒരു ദൂതൻ സ്തോത്രം ഒരു കഴുക ആകാശമധ്യേ പറന്നു അത് പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം അതാണ് രാജ്യത്തിന്റെ സുവിശേഷം സ്തോത്രം എന്ന് നമുക്ക് പറയുന്നത്. അത് സുവിശേഷം എന്ന് പറയാം. അപ്പം തന്നെ വെളിപ്പാട് 14:6-7 വായിച്ചു. ഒരു ദൂതൻ എന്ന് പറയാ അത് നിത്യസുവിശേഷമാണ്. അതാ ആരെ പ്രസംഗിച്ചത്? നീതിയുടെ സുവിശേഷം, നീതി പ്രസംഗിച്ച ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ല പ്രസംഗിച്ചത്. നീതി പ്രസംഗിയായി. ഇനി കൃപാലം കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ യേശു ക്രിസ്തുവിനുള്ള രക്ഷയെക്കുറിച്ച് പറയുന്നില്ല. കൃപാലം അവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളാണ് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാർ. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള തലമുറ നമ്മളാണ്. വേറൊരു രീതിയിൽ നോക്കിയാൽ മനുഷ്യ കുലത്തിന്റെ നല്ല ആളുകൾ പറയുന്നത് കഴിഞ്ഞു. ഇന്നിപ്പോൾ വർഗീയതയും ഏകാധിപത്യ പ്രവണതയും അരാജകത്വവും ലോകം മുഴുവൻ നിറയുകയാണ്.
വർഗീയ ചിന്തയാണ്. എന്നോട് ഒരിക്കൽ ഒരു ഹൈന്ദവ സ്നേഹിതൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് സത്യമാണ്, എനിക്ക് മനസ്സിലാക്കാം, ഞാൻ സമ്മതിക്കും. പക്ഷെ ഞാൻ ഇത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഇത് വിശ്വസിച്ച് ഞാൻ ജീവിക്കണ്ട. നിങ്ങൾ നോക്കില്ലേ, ആ ഇന്നത്തെ കാലം എന്താ, 25 കൊല്ലം മുമ്പ് പീപ്പിൾ ബോർഡിലേക്കാവും അല്ലേ, അവനെ ധൈര്യമായിട്ട് പുറത്തിറങ്ങി. ഞാൻ അവൻ പറഞ്ഞു ഒരു പ്രത്യേക നിലയിൽ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക, ലോകത്തിന് നല്ല കാലം കഴിയുക. അപ്പോൾ നീതിപ്രസംഗിയായ നോഹ കൃപയുടെ വിശേഷത്തിൽ ഒരു കാലമുണ്ട്, അത് കൃപാകാലം. സഭയുടെ ഉൾപ്രാവണത്തോടെ അത് തീരും. സഭയുടെ ഉൾപ്രാവണത്തോടെ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ വെച്ചിക്കഴിഞ്ഞ അവസാനം ഇപ്പൊ ജനിച്ച ശിശു പ്രായപൂർത്തിയായി കഴിഞ്ഞ് അവനും കൂടെ സുവിശേഷം കേട്ട് കഴിഞ്ഞ് എന്റെ കർത്താവ് വരുമ്പോഴൊന്നും ദയവ് ചെയ്തിട്ട് വിചാരിക്കുന്ന ഏത് നിമിഷവും കാഹളം ധ്വനിക്കാം. നോഹ പ്രസംഗിച്ചു, നോഹ ദൈവത്തിന്റെ ഉറപ്പാട് അതുപോലെ വിശ്വസിച്ചു. അതുവരെ കാണാത്തൊരു കാര്യം പറയുക, അതുവരെ മഴയില്ല, അതുവരെ വെള്ളപ്പൊക്കമില്ല. പക്ഷേ ദൈവത്തെ വിശ്വസിച്ചു. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു തെളിവും വേറെ വേണ്ട, സർവശക്തനായ ദൈവം പറഞ്ഞു, അതിൽ കൂടി ഒരു തെളിവ് എനിക്ക് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു മടങ്ങി വരുന്നത് എന്നെ തത്വത്തിൽ നമുക്ക് ചോദിക്കാറുണ്ട്. എന്റെ കർത്താവ് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. കർത്താവിന്റെ വാക്കിന്റെ മീതെ ഒരു ഉറപ്പ് എനിക്ക് ആവശ്യമില്ല. ഇപ്പൊ മിക്കവാറും പത്രങ്ങളിൽ കാണുന്നുണ്ടോ, മോഡി സർക്കാരിന്റെ ഗ്യാരണ്ടി ആയിട്ടുണ്ടോ? ഈ ഫാമിലി ശ്രദ്ധിക്കില്ലേ? മോഡി സർക്കാരിന്റെ ഗ്യാരണ്ടി വായിച്ചില്ലേ? എല്ലാ പത്രങ്ങളും പറഞ്ഞാൽ അതിൽ കൂടെ ഗ്യാരണ്ടി വേണമെന്നായിരിക്കും. എന്തൊരു അഹങ്കാരിച്ച് പറയാമെന്നിരിക്കുമോ? എന്നാ ഗ്യാരണ്ടിയാ? അവന് ഗ്യാരണ്ടിയില്ല. ഈ കറങ്ങുന്ന ഫാനിന് 5 വർഷം ഗ്യാരണ്ടി തന്നു. മനുഷ്യന് ഒരു ഗ്യാരണ്ടിയില്ല. പക്ഷേ ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്നറിയാമോ? എന്റെ ദൈവം പറഞ്ഞു. നോഹയ്ക്ക് അത് മതിയായിരുന്നു. സ്തോത്രം. എന്നിട്ട് നോഹയോട് ദൈവം അരുളി ചെയ്തു, സകല ഭക്ഷണമാക്കി ഇനി അവരുടെ കാലം 120 സംവത്സരമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം പഠിക്കുന്നത് വായിച്ചാൽ അത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ചെറിയ വിഷയം പറഞ്ഞു. 26:3 എങ്കിലും അവന് ഞാൻ 120 വർഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ മാക്സിമം ആയുസ് 120 വർഷമാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 40 വർഷം ഇതായിട്ട് ജീവിക്കും, രണ്ടാമത്തെ 40 വർഷം ഗതികേടായിട്ട് ജീവിക്കും, മൂന്നാമത്തെ മഹാഗതികേടായിട്ട് ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ. ശരിക്കും അതിന്റെ അർത്ഥം കർത്താവിന്റെ ആ അരുളപ്പാടിന് ശേഷം 120 വർഷമാണ് പ്രളയത്തിന് മുമ്പുണ്ടായത്. അതാണ്. എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് 120 വർഷം കൂടെ കൊടുത്തിരിക്കുന്നു. ആ 120 വർഷമാണ് നീതിപ്രസംഗിയായ നോഹ നീതി പ്രസംഗിച്ചത്. ആ 120
സംവത്സരമാണ് നോഹ പട്ടണം പണിയാൻ വിട്ടത്. നോഹയെ സഹായിക്കാൻ അധികം പേരുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അതിന് മക്കൾ പോലും ഉണ്ടായിട്ടില്ല പണി തുടങ്ങിയപ്പോൾ. കാരണം 500 വയസ്സായ ശേഷമാണ് മക്കൾ ജനിച്ചത്. നോഹയ്ക്ക് 500 വയസ്സായി. 500 വയസ്സായപ്പോഴാണ് അവനെ ഈ ശേം, ഹാം, യാഫത്ത് എന്നിവരെ 5-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിച്ചോളൂ. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫെത്തിനെയും ജനിപ്പിച്ചു. അപ്പോൾ 500 വയസ്സായ ശേഷം 600-ാമത്തെ വർഷമാണ് അവന്റെ ആയുസിന്റെ 600-ാമത്തെ വർഷം പ്രളയമുണ്ടാകും. അപ്പോൾ 500 വയസ്സായി കഴിഞ്ഞാണ് ഈ മക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ 120 വർഷമാകുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. 600-ാമത്തെ വയസ്സിൽ 120 വർഷം മുമ്പാണ് ദൈവത്തെ. അപ്പോൾ നോഹയ്ക്ക് 480 വയസ്സുള്ളപ്പോഴാണ് ദൈവത്തിന്റെ ഈ അള്ളപ്പാടുണ്ടായത്. 480 വയസ്സ്. ഈ 480 വയസ്സുള്ളപ്പോൾ പിള്ളേർ പോലും സഹായിക്കാൻ ചിലപ്പോ നിങ്ങൾ നോക്കി കാണാത്ത ഒരു കാര്യം പണിയുമ്പോ ആളുകൾ അവനെ എന്തിനു കണ്ടു? എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? ഒരു മിന്നിത്തിറങ്ങുന്ന തുറപ്പെട്ടാലോട് നിങ്ങളൊക്കെ കണ്ടു നോക്കിക്കൊണ്ട് പോകുന്നു. താഴെ ഒരു ടീ കൂടിയോ ഞങ്ങളെല്ലാം പടിയും പിടിച്ചാണോ നീയൊക്കെ പറയുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ കർത്താവ് ഓരോന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കുന്നു. നമ്മുടെ യോഗങ്ങളിൽ യേശുക്രിസ്തുവിനെ മടങ്ങി വരുന്നതിനെ കുറിച്ച് പറയാറില്ല. യേശുക്രിസ്തുവിനെ മടങ്ങി വരുന്നതിനെ കുറിച്ച് ഒരു പ്രസംഗം വിജയിച്ചിട്ട് എത്ര നാളായി? ഞാൻ അനേക വർഷങ്ങളായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. 47 വർഷമായി ഞാൻ പൂർണ്ണസംഖ്യ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട്. ഈ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ എഴുതപ്പെടാത്ത ഒരു കീഴ്വഴക്കം ഉണ്ടായി. എന്താ എഴുതപ്പെടാത്ത? കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രി കർത്താവിന് മടങ്ങി വരുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുക. എഴുതപ്പെടാത്ത കീഴ്വഴക്കമായി. ലാസ്റ്റ് ഡേ ആണോ അന്നത്തെ പ്രസംഗം കർത്താവിന് മടങ്ങി വരുന്നത്. അതിന്റെ വിവിധ വശങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കണം. എന്നാൽ നമ്മളിപ്പോൾ അത് പ്രസംഗിക്കുന്നില്ല. കുമ്പനാടോഷിൽ ഒരിക്കലും പറഞ്ഞില്ല. വളരെ മനുഷ്യരെല്ലാം പറഞ്ഞായിരുന്നു സാധാരണ. ഇല്ല, പറഞ്ഞില്ല. എങ്കും പറയുന്നില്ല. നമ്മളെ പോയില്ലേ? കോവിഡ് വന്നു പോയി. ഇനിയിപ്പോ ഇവിടെ അടിച്ചു പൊളിക്കാൻ വെച്ചത് സമാധാനം. ബാങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞത് ആളുകൾക്ക് സമ്പാദിക്കാനുള്ള ആ താല്പര്യം ചിലത് മാറിയിട്ടുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ മറ്റാകുമ്പോഴേ ആളുകൾ അത് അഴിച്ച് മുന്തിയ കാലുകൾ വാങ്ങിച്ചു. ഇപ്പൊ ചെറിയ വാങ്ങിയൊന്നും ആരും പേടിക്കുന്നില്ല. ഉള്ള കാലം അടിച്ചു പൊളിച്ചേക്കാം. ആ ഒരു ചിന്തയാണ്. കർത്താവിനെ മടങ്ങി വരവുള്ള ചിന്തയൊക്കെ പോയി. അങ്ങനാണെങ്കിൽ നോക്കിയ കാലത്ത് പ്രളയം വരുമെന്ന് പ്രസംഗിച്ചാൽ നല്ല വേറൊരു പിടിക്കുക. അതിന്റെ കൂടെ 120 വർഷം പ്രസംഗിച്ചോട് നടക്കുക. ചിലപ്പോൾ വലിയ തുകയൊക്കെ വലിയ വാട്ടർ സിസ്റ്റം ഒക്കെ ഇത് സമ്പാദിച്ചു വെക്കുന്ന രീതി ഉണ്ടായിരുന്നിരിക്കില്ല. കറൻസി നോട്ടോ ബാങ്കോ ഇതൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. അതൊന്നും ഇല്ലാത്ത സമയത്ത് മനുഷ്യന് ആകെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ പിന്നെ ആരുടെയൊക്കെ കാല് പിടിച്ചുള്ള സഹായമൊക്കെ ഇവിടെ കൂട്ടി ആയിരിക്കാം ഈ പട്ടണം. ഇന്നാണെങ്കിൽ പോലും പ്രയോജനമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ജോലിക്കാരെ കിട്ടാൻ പ്രയാസമാണ്. ഞാൻ ഒരിക്കൽ ഒരു കാര്യം ഒരാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് വന്ന്
എനിക്ക് നാളെ ഞാനത് ചെയ്തത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. ഞാൻ അവൻ്റെ വിട്ടു. ഇന്ന് ഒരു സാധ്യതയില്ലാത്തൊരു കാര്യം. പക്ഷെ അവൻ ദൈവത്തെ വിശ്വസിച്ചു. അതവൻ നീതിയായി കണക്കിട്ടു. നോഹ ദൈവത്തെ വിശ്വസിച്ചു. അടുത്തത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. വിശ്വസിക്കുക കൽപ്പന അവൻ അനുസരിച്ചു. അവനെ കൊണ്ട് ചെയ്യാൻ അവനോട് ആവശ്യപ്പെട്ടത് ചെയ്തു. മോശനായി മാത്രമല്ല പ്രളയം വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഈ പണ്ട് ചിലപ്പം സമുദ്രമുണ്ട്, നദിയുണ്ട്, സമുദ്രവും നദിയൊക്കെ ഉണ്ട്. അപ്പം അത് ചിലപ്പോൾ വലിയൊരു വള്ളം വലിയൊരു ഉണ്ടാക്കിയാൽ അത് സമുദ്രത്തിൽ കൊണ്ടുവച്ച് വെള്ളം ഉണ്ടാക്കി. അതിനെക്കുറിച്ച് കണക്ക് കൂട്ടിയിട്ടുണ്ട്. നോഹ ഈ പെട്ടകം പണിത ആ സ്ഥലം യൂഫ്രട്ടീസ് നദിയിൽ നിന്നൊക്കെ വളരെ ഉള്ളിലാണ്. സമുദ്രത്തിൽ ഒത്തിരിയില്ല. ഏതെങ്കിലും ഒരുത്തൻ അവിടെ കൊണ്ടുവച്ച് പണിയല്ല. പക്ഷേ സ്തോത്രം ദൈവനോട് നിസ്സാരമായ ഒരു കാര്യമാണോ? നിസ്സാരമായിരുന്നില്ല സൗകര്യങ്ങളെ. സ്തോത്രം ഇതിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമായിരുന്നു. 96,000 ചതുരശ്ര അടി വിസ്തീർണം ഉണ്ടായിരുന്നു. 96,000 സ്ക്വയർ ഫീറ്റ്. 3 തട്ട. ഈ ഗയാൻറ്റിക് മമത് സ്ട്രക്ചർ ഉണ്ടാക്കി. വട്ടിന്റെ വട്ടം. പക്ഷേ ദൈവത്തെ വിശ്വസിച്ചു. ഇതിനോട് കാര്യം ആവശ്യപ്പെട്ട യുക്തി കൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തരുത്. യുക്തിയല്ല, ദൈവത്തിന്റെ പ്രമാണമാണ്. കയ്യിലവരെ യുക്തിയത് എന്ന് ഞാൻ ചെയ്തുകൊണ്ട് കൊടുത്താൽ മതി. സ്തോത്രം. മറ്റേ സൗകര്യങ്ങളിൽ നമുക്കറിയാം 432 അടി നീളം, 73 അടി വീതി, 44 അടി ഉയരം. ഇതായിരുന്നു അതിന്റെ സൈസ്. 3 തട്ട. അതിനെക്കുറിച്ച് നേവൽ എഞ്ചിനീയേഴ്സ് വിലയിരുത്തിയിരിക്കുന്നത് ഏറ്റവും ഒരു സ്ട്രക്ചറായിരുന്നു. ഏത് സമുദ്രത്തിലും പോകാൻ പാകമായ ഒന്നാം തരം ഡിസൈൻ ആയിരുന്നു. ഇന്ന് നേവൽ എഞ്ചിനീയേഴ്സ് അതിന്റെ ഷേപ്പ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്ന ദൈവം കൊടുത്തതിന്റെ മറുപടി വരും. ദൈവം കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ച് ആ മനുഷ്യൻ ഉണ്ടാക്കുന്നുള്ളതല്ല. ഈ വിമാനം ഉണ്ടാക്കുന്ന ദൈവം കിട്ടിച്ച കിളിയുടെ രൂപം നോക്കിയത്. കിളിയുടെ രൂപം നോക്കിയാൽ അതുപോലെ വിമാനം ഉണ്ടാകും. നോഹയുടെ പെട്ടകമാണ് നേവൽ എഞ്ചിനീയേഴ്സിന് ഷിപ്പ് ബിൽഡിങ്ങിന് പ്രൈമറി ബേസിക് സ്ട്രക്ചർ. ഏറ്റവും അടിസ്ഥാനപരമായി അവർക്ക് അവരെടുക്കുന്നില്ല. ദൈവം കൊടുത്തു. സ്തോത്രം. സ്തോത്രം. അങ്ങനെ നോഹ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പെട്ടകപ്പെടുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിനുള്ള രക്ഷയ്ക്ക് ഏറ്റവും നല്ല ജനതാണിത്. സ്തോത്രം. കൃപാകാലം കഴിഞ്ഞാൽ കാര്യം കഴിക്കുന്നു. 7-ാം അധ്യായം വായിക്കാമോ? ഭൂമി 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ച് പെട്ടകം പൊങ്ങി നിലത്തു നിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ 7:17 യഹോവ വാദിച്ചു എന്നുണ്ടല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞത് തെറ്റിയാണ്, റെഫറൻസ് തെറ്റി തോന്നല്ലേ?
അത് തൊട്ട് വെള്ളോട്ട് വായിച്ചു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. യഹോവ വാതിൽ അടച്ചു. 16 ലാസ്റ്റ്. യഹോവ വാതിൽ അടച്ചു. 25-ാം നടത്തുന്നത് ഒഴുകിയിരുന്നവരുടെ ഗർഭത്തിൽ പ്രവേശിച്ചു, വാതിൽ അടക്കുകയും ചെയ്തു. ഇനി ഈ വാക്യം ഒന്ന് വായിക്കാമോ? അതിന്റെ 8:13 ഉൽപ്പത്തി. 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. ഒരു 4 നില കെട്ടിടത്തിന്റെ ഉയരമാണ്. 4 നില, 3 തട്ടാണ്. പക്ഷെ മൊത്തം ഉയരം ഇന്നത്തെ ഒരു 4 നില കെട്ടിടത്തിന്റെ ഉയരമാണ്. യഹോവ വാതിൽ അടച്ചേക്കുക. ഇപ്പൊ ഇവർ ഇറങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? മേൽത്തട്ട് നീക്കി ഇറങ്ങുക. ദൈവം അടച്ച വാതിൽ ഇനി ആരും പറയില്ല. മേൽത്തട്ട് നീക്കിയാണ് ഇവരെല്ലാം ഇറങ്ങുന്നത്. ഈ മൃഗജാലങ്ങളെല്ലാം ഇറങ്ങുന്നവരാ. കൃപയുടെ വാതിലടഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തുറക്കില്ല. കൃപയുടെ കാലം കഴിയുകയാണ്. സ്തോത്രം. അതാണ് നോഹ നമുക്ക് തരുന്ന സന്ദേശം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ കാലം ജീവിച്ചിരിക്കുക. ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ചെറുപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ സ്തുതിക്കാറുണ്ട്. എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് ഒരു കാര്യം ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നല്ല ഉറപ്പില്ലാത്ത ഒരു കാര്യം ഞാൻ സമ്മതിക്കില്ല. ഞാൻ വേറൊരു മതത്തിൽ പെട്ട ഒരു കുടുംബത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ സത്യദൈവത്തെ കാണാൻ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ തന്നെയായിരുന്നെങ്കിലും ജീവിച്ചിരിക്കുവാനുള്ള സാധ്യത കുറവായിരുന്നു. എൻ്റെ ഭാഗ്യമായത്തിൽ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടു, ദൈവവേലായി. അതുകൊണ്ട് ദൈവങ്ങളുടെ സഭയിൽ എൻ്റെ ജിജ്ഞാസയ്ക്ക്, ചോദ്യങ്ങൾക്ക് എനിക്ക് തൃപ്തി വരത്തക്കതുപോലുള്ള ഉത്തരം തരത്തക്ക നിലയിലുള്ള ശുശ്രൂഷന്മാരെ അയച്ചു. എനിക്ക് നല്ല ഉൾബോധ്യം തരുവാൻ ദൈവത്തിന് തിരുവുള്ളമായി. അതുകൊണ്ട് ഞാൻ ജനിച്ച എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. സ്തോത്രം. എനിക്ക് ദൈവദിനം പറഞ്ഞു തന്ന ശുശ്രൂഷന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഈ തലമുറയിൽ ജനിക്കാൻ ദൈവം എനിക്ക് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. മറ്റേതൊരു തലമുറയെക്കാളും. കാരണം നമ്മളെ മുഴുവൻ അറിയാവുന്ന ദൈവം, ആദ്യം നിന്ന് അവസാനം അറിയാവുന്ന ദൈവം. ആദവിനെ സൃഷ്ടിക്കുമ്പോഴേ എന്നെ നിങ്ങളെ എന്തെങ്കിലും മുൻകണ്ടിരുന്നു. കാരണം ആദമിൽ നമ്മൾ ഒരുമിച്ച് സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ അന്നേരം ദൈവം സൃഷ്ടിക്കല്ല. ആദമിൽ ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ട ആ കുഞ്ഞ് ദൈവം ആ കുഞ്ഞിനു വേണ്ടി നിയമിച്ചിരിക്കുന്ന ടൈം സ്ലോട്ടിൽ, സമയഘട്ടത്തിൽ, കുടുംബത്തിൽ മാതാപിതാക്കളുടെ കുഞ്ഞായി ജനിക്കുക. സ്തോത്രം. അല്ലെങ്കിൽ ദുർമാർഗ ജീവിതം നയിക്കുന്ന ദുർമാർഗിയായ ഒരു പുരുഷനും സ്ത്രീയും അവർക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ അപ്പോൾ ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ അവരുടെ ക്ലേശകരമായ ആ ജീവിതത്തിൽ ദൈവം ഒരു പാർട്ടിയാകുന്ന വരും. അങ്ങനല്ല. ആദ്യം മനുഷ്യകുലത്തെ മുഴുവൻ ഒരുമിച്ച് ദൈവം സൃഷ്ടിക്കായിരുന്നു. അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ നമ്മളെ അറിയാവുന്ന ദൈവം, നമ്മൾ സത്യദൈവവുമായി വ്യക്തിബന്ധം
കാലത്തിൽ നമ്മളെയൊക്കെ ജനിക്കുവാൻ ദൈവം ഇടയാക്കി. നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് കൃപയുടെ കാലമാണ്. യഹോവ വാതിൽ അടച്ചു എന്ന് പറയുന്നത് പോലെ കൃപയുടെ വാതിലാണ്. അതിനു മുമ്പ് ഈ പട്ടണത്തിൽ യേശു ക്രിസ്തു പട്ടണത്തിൽ കിടന്നപ്പോൾ നമുക്ക് മറ്റുള്ളവരെ നിർബന്ധിക്കാം. വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അനുസരിക്കാതെ നിന്നിരുന്ന. പക്ഷെ നോഹയുടെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനവും ഇവന്റെ ഈ പെരുമാറ്റവും ഇതെല്ലാം കണ്ടപ്പോൾ ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്. പക്ഷെ അനുസരിക്കാൻ അങ്ങനെ ഒരു മറ്റേ സ്തോത്രം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെ കരുതുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. ഹാനോക്ക് ദൈവത്തെ വിശ്വസിച്ച് നടന്ന പോലെ ദൈവത്തെ വിശ്വസിക്കാം. നോഹ ദൈവത്തെ വിശ്വസിച്ച് അനുസരിച്ചതുപോലെ ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ നമുക്ക് തയ്യാറാകണം. ദൈവത്തെ വിശ്വസിക്കണം. വിശ്വസനീയനായ ഏക സത്യദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. കർത്താവിനെ വിശ്വസിക്കാം, കർത്താവിനെ ആശ്രയിക്കാം. വേഗം വരുന്ന കർത്താവിനെ കർത്താവ്